അപ്പൊ ഇന്ന് എന്റെ വെഡിങ് ആനിവേഴ്സറി ആണ്. എനിക്ക് രാവിലെ ക്ഷേത്രത്തിലൊന്നും ഇന്ന് പോകാൻ പറ്റില്ല. എനിക്ക് പീരീഡ്സിന്റെ കുറച്ച് പ്രശ്നങ്ങൾ കാര്യങ്ങളായതുകൊണ്ട് എനിക്ക് ക്ഷേത്രത്തിലൊന്നും ഇന്ന് പോകാൻ പറ്റില്ല. അങ്ങനെ എനിക്ക് ഉച്ചക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കിട്ടിയ വേറെ ആരല്ല ഏട്ടൻ തന്നെ അയച്ചതാണ്. പക്ഷെ അവൻ ഇപ്പോൾ ഡ്രസ്സ് ചോക്ലേറ്റ് അങ്ങനെയൊക്കെ ഓൺലൈനായിട്ട് അയക്കാറാണ് പതിവ്. പക്ഷെ ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം അവരൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു പേജ് നിനക്ക് കിട്ടിയ ഒരു 2 ഗിഫ്റ്റ് ആണ്. എന്നാ എനിക്കറിയില്ല, ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. കാരണം ജീവിതത്തിൽ ഇതുവരെ എനിക്ക് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടില്ല. ഇത് ഫസ്റ്റ് ടൈം ആണ്. അപ്പൊ അത് നിങ്ങളെ മുമ്പിൽ വെച്ചിട്ട് തന്നെ ഓപ്പൺ ചെയ്യാന്ന് കരുതി. അപ്പൊ നമുക്ക് നോക്കാം അല്ലേ. സത്യം പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ടൈമിൽ തന്നെ ഷോക്കായി പോയെ. ഇവരെ കണ്ടിട്ട് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവനാണെങ്കിൽ എനിക്കൊരു ക്ലൂ ഒന്നും തന്നിട്ടില്ല. ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഒരു ക്ലൂ ഒന്നും തന്നില്ല. ശരിക്കും ഞാൻ ഷോക്കായി പോയി. ഇത് തരുമ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു അത്. ഹസ്ബൻഡ് അയച്ചതാ. എന്താ പറയാനുള്ളത്? അപ്പൊ ഫസ്റ്റ് നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതൊരു ഫോട്ടോ ഫ്രെയിം ആണ്. ഞാൻ ഫസ്റ്റ് നോക്കട്ടെ, എന്നിട്ട് നിങ്ങളെ കാണിക്കാം. അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല ഫോട്ടോ ഫ്രെയിം, എനിക്ക് ഭയങ്കര ഇഷ്ടമായ. സൂപ്പർ. അടുത്തത് ഇതാ ഈ ഒരു ബോക്സ് ആണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനത്തെ ബോക്സ് ഒക്കെ ഇൻസ്റ്റാ പേജുകളിലും ഓരോരുത്തരുടെ വീഡിയോകളിലെല്ലാം ഞാൻ സത്യം പറഞ്ഞ ഇങ്ങനത്തെ ബോക്സ് ഒക്കെ കാണാറ്. എനിക്ക് ഇതുവരെ ഇങ്ങനെ ഗിഫ്റ്റ് കിട്ടിയിട്ടില്ല. അത് ഏട്ടൻ എനിക്ക് ഫസ്റ്റ് ടൈം, ഈ ഒരു വർഷമാണ് എനിക്ക് ഫസ്റ്റ് ടൈം ഇങ്ങനത്തെ ബോക്സ് ഒക്കെ തന്നത്. അത് ഭയങ്കര സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. ഞാൻ ഈ ബോക്സ് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം അല്ലേ. അയ്യോ, അത്രക്ക് എനിക്ക് ഇഷ്ടമായി. എന്റെ ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് ആണ് ഈ ഗാലക്സി. ഈ നിമിഷത്തിൽ എന്നാ പറയേണ്ടതെന്ന് എനിക്ക് അറിയില്ല. സത്യം ഞാൻ ഭയങ്കര സർപ്രൈസ് ആയി പോയി സത്യമായിട്ടും. കാരണം ഇങ്ങനെ ഒരു ഗിഫ്റ്റ് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കയ്യിൽ കിട്ടി ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ആ ഒരു ഫീൽ ഇല്ലേ, സത്യം പറഞ്ഞാല് അടിപൊളി അനുഭവം. ഏട്ടനോട് ഒരുപാട് 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 താങ്ക് യു സോ മച്ച്. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല സർപ്രൈസ്. ഈ വർഷത്തെ വെഡിങ് ആനിവേഴ്സറി നല്ല സർപ്രൈസ് ആയിരുന്നേ. ഞാൻ ഒരിക്കലും ഇത് മറക്കില്ല, ഒരിക്കലും മറക്കില്ല. പക്ഷെ ഏട്ടൻ കൂടെ വേണമായിരുന്നു. ഏട്ടൻ ഇപ്പൊ കൂടെ ഇല്ല. ഈ ഒരു മിസ്സിങ് മാത്രമേ ഉള്ളൂ ഇപ്പൊ. അപ്പൊ എനിക്ക് 2 ഗിഫ്റ്റും ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അപ്പൊ ഏട്ടനോട് എനിക്ക് പറയാനുള്ളത് താങ്ക് യു സോ മച്ച്. നല്ലോണം സർപ്രൈസ് ആയതിന് ഇഷ്ടം. അങ്ങനെ ഏട്ടൻ കൂടെ ഇല്ലാത്ത ഈ വർഷത്തെ ആനിവേഴ്സറിയും കടന്നു പോവുകയാണ്. അടുത്ത വർഷം ഈ ഒരു ഡേ നമ്മൾ ഒരുമിച്ച് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതാണ്. ഈ വർഷം ഞാൻ ഏട്ടൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ഈ ഒരു ഡേ. അതുപോലെ ഈ ബോക്സ് ഒക്കെ കാണുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെ സാധനങ്ങളായിരിക്കും. അപ്പൊ ഇതൊക്കെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് വെക്കുന്നതായിരിക്കും. എന്നാലും നമുക്കൊരു ആകാംക്ഷ ഉണ്ടാവില്ല, എന്തൊക്കെയായിരിക്കും ഈ ബോക്സിന്റെ ഉള്ളിൽ, എന്തായിരിക്കും ഈ ബോക്സ്, എങ്ങനെയായിരിക്കും, അങ്ങനത്തെ ഒരു എക്സൈറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ എനിക്ക് ഉണ്ടാവാറുണ്ട്. അപ്പൊ ഞാൻ ഇത് കാണുമ്പോഴൊക്കെ. പക്ഷെ അത് ഇന്ന് തുറന്നപ്പോൾ എനിക്ക് മനസ്സിലായി എന്തൊക്കെ ഉണ്ടാവും. പിന്നെ ഈ വീഡിയോ കാണുന്ന എന്റെ കസിൻസിനോട് എനിക്ക് പറയാനുള്ളത്, ഈ ചോക്ലേറ്റിൽ ഒന്നുപോലും ഞാൻ നിങ്ങൾക്ക് തീർത്തില്ല. ഇത് മുഴുവൻ ഏട്ടൻ എനിക്ക് വേണ്ടി തന്നതാണ്. അപ്പൊ നിങ്ങൾക്കും കൂടി വേണ്ടി ഞാൻ ഈ ചോക്ലേറ്റ് ഓരോന്നും കഴിക്കുന്നതായിരിക്കും. അപ്പൊ ഓക്കെ, അത്രയല്ലേ.